ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. പട്ടുറുമാൽ പാർട്ട് 12. നാം തമ്മിലുണ്ടായിരുന്ന അടുപ്പം എങ്ങനെയോ അയാൾ അറിഞ്ഞു. സ്വന്തം തെറ്റുകളും പരസ്ത്രീ ബന്ധവും ഞാൻ അറിഞ്ഞപ്പോൾ തുറുപ്പ് ചീട്ടായി അയാൾ നിങ്ങളുടെ പേര് എനിക്കെതിരെ പ്രയോഗിച്ചു. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പരപുരുഷനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ സ്വന്തം തെറ്റുകൾക്ക് നേരെ എൻ്റെ നാവടപ്പിച്ച് എന്നെ എന്നും കാൽച്ചുവട്ടിലിടാമെന്ന് അയാൾ കരുതിയിട്ടുണ്ടാകാം. ആസ്യ തുടർന്നു. പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ഒരുത്തൻ്റെ മുൻപിലും തലകുനിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. അയാളുടെ തെറ്റുകൾ പിന്നെ ചൂണ്ടിക്കാട്ടാനോ തിരുത്താനോ ഞാൻ ശ്രമിച്ചിട്ടുമില്ല. അയാൾക്ക് ഞാൻ സ്വാതന്ത്ര്യം നൽകി, അത്ര തന്നെ. പക്ഷേ അനീസ അവിടെ നിൽക്കുന്നത് എന്തായാലും ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളാണ് അവളെ അവിടെ എത്തിച്ചത്. ആസിയയുടെ സ്വരം ഗൗരവത്തിലായി വീണ്ടും. ഇവർക്ക് എത്ര മുഖമുണ്ട്? ഇത്രയും സമയം താൻ കണ്ടുകൊണ്ടിരുന്ന മുഖമേത്? ഇപ്പോൾ ഈ നിമിഷത്തിൽ കാണുന്ന മുഖമേത്? അമ്പരന്ന് തന്നെ വഹാബ് പറഞ്ഞു. നിങ്ങൾ ആ കുട്ടിയെ ഇറക്കി വിട്ടു മാഡം. എങ്ങും പോകാനിടമില്ലാതെ വിഷമിച്ച് നിന്നപ്പോൾ അവൾ ഏതോ ഒരുവൻ്റെ കൂടെ പോകാൻ എല്ലാ ഒരുക്കവും പൂർത്തിയാക്കി നിൽക്കുകയായിരുന്നു. അതും അറിയാമായിരുന്നു. നിങ്ങൾ എന്നോടത് പറഞ്ഞില്ല. അതൊരു തെറ്റായിപ്പോയി എന്ന ബോധ്യത്തിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത്. എങ്കിൽ ചെയ്തത് തെറ്റായിപ്പോയി എന്ന ബോധ്യം എനിക്കുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എത്രമാത്രം ത്യാഗവും ദുരന്തവും സഹിച്ചാണ് ഞാൻ ഇവരെ വളർത്തിയെന്നും. എത്ര തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു ഞാൻ. കയറ് പിരിച്ചു, വിഷക്കുപ്പി കയ്യിലെടുത്തു. ജീവിതം മടുത്തിട്ട് തന്നെ. സഹിക്കാവുന്നതിലപ്പുറം ദുരന്തങ്ങളിലേക്ക് ഓരോ തവണയും പ്രശ്നങ്ങൾ നീങ്ങുന്നത് കണ്ടപ്പോഴൊക്കെ ഓരോ തവണയും എന്നെ തടഞ്ഞത് കുഞ്ഞുങ്ങളുടെ മുഖമാണ്. അവരെ കൂടി കൊല്ലാൻ നൊന്ത് പ്രസവിച്ച് എനിക്ക് കഴിഞ്ഞില്ല. അവരെ തരിച്ചാക്കി ഞാൻ പോയാലോ? തന്തയെന്ന് പറയുന്നവൻ എൻ്റെ മക്കളെ പുറം കൈക്ക് തട്ടിക്കളയുകയുള്ളൂ. ഒരു പിടി ചോറിന് എൻ്റെ മക്കൾ തെരുവിലലയും. അതുകൊണ്ട് ഓരോ തവണയും ഞാൻ പിന്തിരിഞ്ഞു. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു. അവരുടെ സുഖവും സന്തോഷവും ഉയർച്ചയും മാത്രം കൊതിച്ചു. എല്ലാം അറിയാം അവൾക്ക്, അനീസയ്ക്ക്. എന്നിട്ടവൾ ഏതോ പയ്യൻ്റെ ചിരിയിൽ മയങ്ങി എന്നെ ഉപേക്ഷിച്ച് പോകാനിറങ്ങി. കൊല്ലാനായിരുന്നു വാശി. കൊല്ലാൻ കഴിഞ്ഞില്ല, ഇറക്കി വിട്ടു. എന്നെപ്പോലെ ഏതൊരുമ്മയും ചെയ്യുന്നത് എന്ന് കരുതി അവൾ പോകണോ? അതും എൻ്റെ ശത്രുവിൻ്റെ അടുത്തേക്ക്. അത് എന്നോടുള്ള വാശിക്കല്ലേ? എന്നെ തോൽപ്പിക്കാനല്ലേ? അല്ലേ? ആസി ശക്തമായി കിതച്ചു. അങ്ങനെ തോൽക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, മക്കളുടെ മുൻപിലായാൽ പോലും. നിങ്ങളെ തോൽപ്പിക്കാനല്ല മാഡം ആ കുട്ടി അങ്ങോട്ട് പോയത്, വഹാബ് പതിയെ പറഞ്ഞു. ആ ബോബി വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അവൻ വന്നില്ല. അവൻ്റെ ഫാദർ അവനെ തടഞ്ഞു, കാനഡയിലേക്ക് കടത്തി. തിരിച്ചു വരാൻ അനീസയ്ക്ക് ഭയമായിരുന്നു. ഞാൻ വളരെ നിർബന്ധിച്ചു നോക്കി. പക്ഷേ ആ കുട്ടി ആകെ ഭയന്നിരുന്നു നിങ്ങളെ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി എവിടെയെങ്കിലും സുരക്ഷിതമായി കഴിയണമല്ലോ. അങ്ങനെയാണ് ആ കുട്ടി അങ്ങോട്ട് പോയത്. താല്പര്യം ഉണ്ടായിട്ടോ തോൽപ്പിക്കാനോ അല്ല മാഡം. ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്ക്. ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഞാൻ ചിന്തിക്കണം, അല്ലേ? ആസിയുടെ സ്വരം നന്നേ താണിരുന്നു. നിങ്ങൾക്കിതെങ്ങനെ എന്നോട് പറയാൻ തോന്നി? എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളിങ്ങനെ എന്നോട് പറയുമായിരുന്നോ? വഹാബിന് വാക്കുമുട്ടിപ്പോയി. ഒരു നിമിഷം കഴിഞ്ഞു മറുപടിക്ക്. മാഡം, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നിക്കാഹ് ഉറപ്പിക്കൽ കഴിഞ്ഞിരിക്കുന്നൊരു പെൺകുട്ടിയാണ് അനീസ. ആ കുട്ടി മറ്റൊരു വീട്ടിൽ പോയി നിൽക്കണമെന്ന് ശരിയാവില്ല. പേരുദോഷം ഉണ്ടാകാൻ ചെറിയ കാര്യം മതി നിക്കാഹ് മുടങ്ങാനും. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി മാഡത്തിൻ്റെ ഇഷ്ടം. അത്രയും പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ വഹാബ് ഇറങ്ങി നടന്നു. അയാൾ ഗേറ്റിങ്കിലെത്തിയപ്പോൾ ഒരു കാർ വന്ന് മുമ്പിൽ നിന്നു. അതിൽ നിന്ന് സുബൈദയും ഭർത്താവ് ഇബ്രാഹിം ഒപ്പം ഡോക്ടർ ജലാലും ഇറങ്ങി. അവരെ മനസ്സിലാക്കിയ വഹാബ് പതർച്ചയോടെ അപ്പുറത്തേക്ക് നീങ്ങിയത്. അപ്പുറത്തെ ഗേറ്റ് കടന്ന് വളപ്പിനുള്ളിൽ കയറി കഴിഞ്ഞ് വഹാബ് തിരിഞ്ഞു നോക്കി. അതിഥികളെ കണ്ട് ഇടിവെറ്റേറ്റതുപോലെ നിൽക്കുകയാണ് ആസിയ ബീവി. വന്നവർ അനീസയുടെ പുതിയാപ്പിള ആവാൻ പോകുന്നവനും അവൻ്റെ ഉമ്മായും ബാപ്പയുമാണ്. അവർ അനീസയെ ചോദിച്ചാൽ അകത്ത് നിന്ന രജനിയും ആകെ വിയർത്തുപോയി. എന്താ ആസിയ നീ മിഴിച്ചു നിൽക്കുന്നത്? എന്തു പറ്റി? സുബൈദ ചിരിയോടെ സിറ്റൗട്ടിലേക്ക് കയറി ആസിയക്കരികിലേക്ക്. അല്ല, എന്താണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന്? ആസിയ സമനില വീണ്ടെടുക്കാൻ അങ്ങേയറ്റം ശ്രമിക്കുകയാണ്. മോളെ ഒന്ന് കാണണമെന്ന് തോന്നി. അതോടെ ആസിയ പൂർവാധികം തളർന്നു. അയ്യോ, മോളിവിടെ ഇല്ലല്ലോ, അവർ പറഞ്ഞുപോയി. വന്നവർ നിന്നുപോയി. നിങ്ങളിരിക്കൂ. ആസിയ സാധാരണ ഭാവം കൈക്കൊണ്ട് മുഖത്ത് ആഹ്ലാദം വരുത്തി അകത്തേക്ക് അവരെ നയിച്ചു. രചന, ആസിയ വിളിച്ചു. എന്താണുമ്മ? അതുവരെ ഉണ്ടായിരുന്ന മുഖഭാവം മാറ്റി അവൾ ഓടി വന്നു. ആഗതരെ കണ്ട് ഭവ്യതയോടെ പുഞ്ചിരിച്ചു. മൂവരും ഇരുന്നു.
മോളെ കൂൾ ഡ്രിങ്ക്സ് എടുക്ക്. ഇപ്പോഴൊന്നും വേണ്ട ആസിയ. മോൾ എവിടെ അത് പറയൂ, സുബൈദ ആവശ്യപ്പെട്ടു. ഞങ്ങൾ കോളേജിൽ പോയിരുന്നു, ഇബ്രാഹിം പറഞ്ഞു. അനീസയും അനിയത്തിക്കുട്ടിയും കുറച്ച് ദിവസമായിട്ട് കോളേജിൽ വരണില്ല എന്ന് കൂട്ടുകാർ പറഞ്ഞു. എന്തു പറ്റി കുട്ടിക്ക്? എവിടെ പോയി? ആസിയയുടെ ഉള്ളു കത്തി. കോളേജിൽ പോയെന്ന്. എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടാണോ ഈ വരവ്? അത് മോൾ ബാപ്പയുടെ അടുത്താണ്. ആസിയ രക്ഷപ്പെടാൻ വേണ്ടി തന്നെ ആ കൈക്കുന്ന സത്യം പറഞ്ഞു. ബാപ്പയുടെ അടുത്തോ? സുബൈദയുടെ കണ്ണുകളിൽ സംശയം നിറഞ്ഞു. നിങ്ങളിപ്പോൾ പഴയതുപോലെ തന്നെ. ആസിയ ഇടയിൽ കയറി. പക്ഷേ മക്കളിലുള്ള ബാപ്പയുടെ അവകാശം എനിക്ക് നിഷേധിക്കാനാവില്ലല്ലോ. നിക്കാഹ് തീരുമാനിച്ചു കഴിഞ്ഞു. അവൾക്ക് ബാപ്പയുടെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കണമെന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞില്ലെങ്കിലോ എന്ന്. ഞാൻ എതിർത്തില്ല. ആ മനുഷ്യൻ തന്നെ വന്ന് കൊണ്ടുപോയി. ഈ ആഴ്ച അവസാനം തിരിച്ചെത്തിക്കാം എന്നാണ് പറഞ്ഞിട്ട് പോയത്, ആസിയ തന്മയത്വത്തോടെ പറഞ്ഞു. വിശ്വസിക്കത്തക്ക വിധം ജലാലിൻ്റെ മുഖത്ത് മങ്ങലും നിരാശയുമായി. രചന കൂൾ ഡ്രിങ്ക്സുമായി വന്നു. ജലാൽ അവളെ ഒന്ന് നോക്കി. അപ്പോൾ വരവ് വെറുതെയായി, സുബൈദ പറഞ്ഞു. എന്താ സുബൈദ, കാര്യം പറയൂ. മോൻ നാളെ കൽക്കട്ടയ്ക്ക് പോകുന്നു. ഒരു മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാനാണ്. 1 മാസം കഴിഞ്ഞ് വരും. അപ്പോഴേക്കും നിക്കാഹിൻ്റെ സമയമാവും. അവിടെയുള്ള സുഹൃത്തുക്കളെ നേരിൽ ക്ഷണിക്കുകയുമാവാം, സുബൈദ തുടർന്നു. കൽക്കത്തയിൽ തുണിത്തരങ്ങൾക്ക് നല്ല വിലക്കുറവാണ് ഇവിടുത്തെ അപേക്ഷിച്ച്. ഏതായാലും പോകുമല്ലേ, നിക്കാഹിന് ആവശ്യമായ തുണിത്തരങ്ങൾ അവിടെ നിന്ന് വാങ്ങാമെന്ന് മോൻ പറയുന്നു. എങ്കിൽ അനീസയുടെ ഇഷ്ടം കൂടി ആരായുമെന്ന് കരുതിയാണ് ഞങ്ങൾ വന്നത്. ഏത് തരത്തിലും ഫാഷനിലുമുള്ള വസ്ത്രങ്ങളാണ് മോൾക്ക് ഇഷ്ടമെന്ന് ചോദിക്കാമല്ലോ. സാരിക്ക് ഏത് കളറാണ് മനസ്സിലുള്ളതെന്നും അറിയണം. മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മോളെ വരുത്താമായിരുന്നു. ആസിയ നന്നായി അഭിനയിച്ചു. അല്ലെങ്കിൽ വിടില്ലായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചിരുന്നു. ഇവിടുത്തെ ഫോൺ കേടാണോ, കിട്ടുന്നില്ല, ഇബ്രാഹിം പറഞ്ഞു. ആസിയ വലിച്ചു പറിച്ചിട്ടതാണ് ഫോണിൻ്റെ കേബിൾ. അത് പറയാനാവില്ലല്ലോ. അതെ, 2-3 ദിവസമായി ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, ആസിയ പറഞ്ഞു. ആസിയയുടെ ഓഫീസിലേക്കും വിളിച്ചു. ലീവാണെന്ന് പറഞ്ഞു. അതെ, കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു നെഞ്ചുവേദനയുടെ ആരംഭം. 3-4 ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. അതാണ് ലീവ് എടുത്തത്. നിക്കാഹ് വരെ മോൾ പഠിച്ചോട്ടെ. നിക്കാഹ് കഴിഞ്ഞാലും പഠിക്കുന്നതിൽ മോൻ ഇഷ്ടക്കുറവൊന്നുമില്ല. പിന്നെന്തിനാണ് പഠനം മുടക്കിയിട്ട് ബാപ്പയെ കാണാൻ പോയത്, സുബൈദ ചോദിച്ചു. വർഷങ്ങളായി ബാപ്പയെ പിരിഞ്ഞ് കഴിയുന്നതല്ലേ. അവളൊരാഗ്രഹം പറഞ്ഞു. ഞാൻ തടഞ്ഞില്ല, അത്രേ ഉള്ളൂ, ആസിയ പറഞ്ഞു. ഈ കുട്ടിയും കോളേജിൽ പോയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നെഞ്ചുവേദനയായിരുന്നെന്ന്. എനിക്ക് കൂട്ടായിട്ട് അവൾ ഇരുന്നതാണ്. ഒരു കള്ളം സമർത്ഥിക്കാൻ എത്ര കള്ളങ്ങൾ. ആസിയ വിഷമത്തിലായി. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? ഞാൻ മോളെ വരുത്തട്ടെ? ഫോൺ ചെയ്താൽ വരും. അതോ അങ്ങോട്ട് പോകുന്നോ? ആസിയ അറ്റ കൈ പ്രയോഗിച്ചു. വേണ്ട, ജലാലാണ് പറഞ്ഞത്. ഞാൻ കൽക്കട്ടയിൽ നിന്ന് വിളിച്ചോളാം. നാളെ പോകേണ്ടതല്ലേ, ഇനി ടൈമില്ല. മറ്റു ചിലത് അറേഞ്ച് ചെയ്യാനുണ്ട് തൽക്കാലം. ജലാൽ ഒന്ന് നിർത്തി. എന്താണ്? ജലാൽ ഉമ്മയും ബാപ്പയും നോക്കി. അവന് അനീസയുടെ ഒരു ഫോട്ടോ വേണം. അവിടെ ഫ്രണ്ട്സിനെ കാണിക്കാനാണ്. അതാണ് പറയാൻ മടിച്ചു നിന്നത്. മടിക്കുന്നതിന് തരാമല്ലോ, ആസിയ ഉത്സാഹത്തോടെ പറഞ്ഞു. അതേ നിമിഷം തന്നെ ഉള്ളിൽ തിരതള്ളലുണ്ടായി. ആരുടെ ഫോട്ടോ കൊടുക്കും? അവരാവശ്യപ്പെട്ടത് അനീസയുടെയാണ്. അത് കൊടുത്താലോ? കൊടുക്കുന്നത് എങ്ങനെ? അവൾ ആ പയ്യൻ്റെ കൂടെ പോകാനിരിക്കുകയല്ലേ. പകരം രചനയുടെ ഫോട്ടോ കൊടുത്താൽ പൊട്ടിത്തെറി ഉണ്ടാകും. അനീസയ്ക്ക് പകരം രചനയെ കൊടുക്കുക എന്നതും സുബൈദയും കുടുംബവും അത് അംഗീകരിക്കുക എന്നതും എളുപ്പമല്ലെന്ന് ആസിയ അറിഞ്ഞു. പ്രത്യേകിച്ചും ജലാൽ. മൂത്തവളെ കണ്ട് ഇഷ്ടപ്പെട്ടു. അവൻ്റെ മനസ്സിലെ സ്വപ്നം അനീസയെക്കുറിച്ചാണ്, ഇളയവളായ രചനയെക്കുറിച്ചല്ല. എന്താണ് ചെയ്യേണ്ടത്? ഉടനെ പൊട്ടിത്തെറി വേണോ? അതിൻ്റെ മറുപടി പോലെ ആസിയ കണ്ടു. ആൽബത്തിൽ നിന്ന് ഇളക്കിയെടുത്തൊരു ഫോട്ടോയുമായി രചന വരുന്നു, അനീസയുടെ. ആസിയ അവളെ തറച്ചു നോക്കി. രചന അത് കണ്ടതായി ഭാവിച്ചതേയില്ല. തിരിച്ചുപോയി. ജലാൽ ഫോട്ടോയിലൊന്നു നോക്കിയിട്ട് തൃപ്തനായ മട്ടിൽ അത് പോക്കറ്റിൽ തിരികൊണ്ട് എഴുന്നേറ്റു. ഞാൻ വിളിക്കാം അവിടെ ചെന്നിട്ട്. ഞായറാഴ്ച ഇവിടെ എത്തും ഇല്ലേ? ഉവ്വ്, ആസിയ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇറങ്ങുകയാണ്. സുബൈദയും ഭർത്താവും ജലാലും യാത്ര പറഞ്ഞിറങ്ങി. അവർ ഗേറ്റിങ്കലിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ കയറിപ്പോകുന്നത് കണ്ടപ്പോൾ നെഞ്ചത്ത് കൈവച്ച് ആസിയ ദീർഘമായി നിശ്വസിച്ചു. അവർ കണ്ടു, അങ്ങേ വീട്ടിൽ വരാന്തയിൽ നിൽക്കുന്നു വഹാബ്. ഇങ്ങോട്ട് തന്നെ നോക്കുന്നു ഉത്കണ്ഠയോടെ. പ്രശ്നം താൻ എങ്ങനെ ഡീല് ചെയ്തു എന്നറിയാനാവും. ദീർഘനിശ്വാസത്തോടെ ആസിയ ബീവി പിന്തിരിഞ്ഞു. ആശ്വാസമായി എന്ന ഭാവത്തിലായിരുന്നു രജനിയും. എല്ലാം പൊട്ടുമോ എന്ന ഭീതിയിലായിരുന്നു അവളും. ഉമ്മ, ഭീതിയോടെ അവൾ വിളിച്ചു. ആസിയ ബീബി മകളുടെ മുഖത്തേക്ക് നോക്കി. ഞായറാഴ്ച ആ മനുഷ്യൻ വിളിക്കുമ്പോൾ
മറുപടി പറയാതെ ആസിയ ബീവി അവളെ തന്നെ തറച്ചു നോക്കി നിന്നു. പിന്നെ ആ മുഖം ഗൗരവം കൊണ്ടു, അത്യന്തം ഗൗരവം. രജനെ അടിമുടിയൊന്ന് നോക്കി. രജനയിൽ ഭീതി തേരട്ടയായി. സുബൈർ, അവനെ നിനക്ക് എങ്ങനെയാണ് പരിചയം? അവർ ചോദിച്ചു. ഇതാ ആറ്റം ബോംബ് പൊട്ടുന്നു. രജനയുടെ പെരുവിരൽ മുതൽ വിറയൽ നുഴഞ്ഞു കയറി. പറയ്, നിനക്ക് എങ്ങനെയാണ് പരിചയം? തളരുകയാണ് രചന. അവൻ പഠിത്തമൊക്കെ നിർത്തിയതാണ്. പിന്നെ എങ്ങനെ പരിചയപ്പെട്ടെന്ന്? നീ അവൻ്റെ വീട്ടിൽ പോയോ? ഇല്ല, രചന വിക്കി. പിന്നെ കോളേജിൽ വന്നു. ഓഹോ, നീ അവൻ വരാൻ കാത്തിരിക്കുകയാണോ? രചനയ്ക്ക് വീണ്ടും വിറയലായി. പറയടി, അവൻ വരാൻ കാത്തിരിക്കുകയാണോന്ന്? രചന ഒറ്റപ്പൊട്ടൽ. ആസ്യ അവളെ നോക്കി അല്പസമയം നിന്നു. എന്നിട്ട് അകത്തേക്ക് പോയി. രചന അമ്പരന്നു. ബോംബ് പൊട്ടി, എന്നാൽ അപകടമൊന്നും ഉണ്ടായില്ല. ബാപ്പ സുബൈറിന്റെ പേര് വിളിച്ചു പറഞ്ഞപ്പോൾ മുതൽ അഗ്നികുണ്ഡത്തിലായിരുന്നു അവൾ. ഉമ്മയെ നേരിടുന്നെന്ന് ഓർത്ത് ഭയന്നാണ് നിന്നത്. താത്തയോട് ചെയ്തതുപോലെ അടിച്ചിറക്കും, അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തും. അങ്ങനെയൊക്കെ ഭയന്നു പോയി. എന്നാൽ ഇതാ ഉമ്മ ഒന്നും മിണ്ടാതെ അകത്തേക്ക്. രചനയ്ക്ക് ആശ്വാസമല്ല, കൂടുതൽ ഭയമാണ് ഉണ്ടായത്. ഉമ്മയുടെ മനസ്സിൽ എന്താണ്? മൗനത്തിനപ്പുറത്ത് എന്ത് അപകടമാണ് പതിയിരിക്കുന്നത്? അറിയില്ല, ഒന്നും ഊഹിക്കാനാവില്ല. അതാണ് ഭയം. വഹാബ് ഓഫീസ് വിട്ട് കളക്ട്രേറ്റിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. ബസ് സ്റ്റോപ്പിനടുത്ത് നീങ്ങുമ്പോഴാണ് പിന്നിൽ നിന്ന് വിളിയുണ്ടായത്. സാർ. വഹാബ് തിരിഞ്ഞു നോക്കി. ഒരു ചെറുപ്പക്കാരൻ, ജീൻസും ഷർട്ടും ധരിച്ച പയ്യൻ. മുൻപ് കണ്ടിട്ടുള്ള ഓർമ്മയില്ല. വഹാബിന്റെ അപരിചിതത്വം കണ്ട് സുബൈർ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ സുബൈർ. രചന പറഞ്ഞ? വഹാബിന് ആളെ പിടികെട്ടി. അതെ സാർ. സാർ എന്നെ അന്വേഷിച്ച് കടയിൽ വന്നു എന്നറിഞ്ഞു. ആ, വന്നിരുന്നു. കാര്യം? അനീസ എങ്ങനെ? എന്തു പറയുന്നു അവൾ? സങ്കടത്തിലാണ്. വഹാബ് നോക്കി. ബാപ്പ ഉണ്ടായിട്ടും ബാപ്പയുടെ സ്നേഹം അനുഭവിക്കാൻ വിധിയില്ലാതെ വളർന്നു. ഒടുവിൽ ബാപ്പയുടെ അടുത്തെത്തിയപ്പോൾ അതല്ല ബാപ്പ, മറ്റൊരാളെന്ന് അറിയുന്നു. സങ്കടം ഉണ്ടാകാതിരിക്കുമോ? വഹാബ് ഒന്ന് ചിരിച്ചു പുച്ഛത്തിൽ. സുബൈർ എല്ലാം അറിഞ്ഞു അല്ലേ? അനീസ പറഞ്ഞു. നിങ്ങളെല്ലാവരും ഒരു മറയ്ക്കുള്ളിലാണ്. വിദഗ്ധമായി അബ്ദുൽ സമദ് സൃഷ്ടിച്ച മറയ്ക്കുള്ളിൽ. സുബൈർ തുറച്ചു നോക്കി. അനീസയോട് പറയുക അവൾ സങ്കടപ്പെടണ്ടെന്ന്. അവൾക്ക് അവളുടെ ബാപ്പയെ കിട്ടുമെന്ന്. സുബൈർ വഹാബിനെ ശ്രദ്ധയോടെ വീക്ഷിച്ചു. നേരിയ പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. രചന സാറിനെ കുറിച്ച് പറയുമായിരുന്നു. വാനോളം പുകഴ്ത്തി തന്നെ. സ്നേഹവാൻ, സംസ്കാര സമ്പന്നൻ, സർവോപരി ഒരു ബാപ്പയെ പോലെ സ്നേഹനിധി. അങ്ങനെയൊക്കെ പറയുമ്പോൾ രചന അറിഞ്ഞിട്ടുണ്ടാവില്ല സാർ, യഥാർത്ഥത്തിൽ ബാപ്പ തന്നെയാണെന്ന്. അതും സ്വന്തം താത്താടെ. സുബൈർ ചിരിച്ചു, പരിഹാസം പോലെ. ഒരുമ്മയ്ക്ക് 2 മക്കൾ, 2 പേരുടെയും ബാപ്പ 2 പേർ. ചേരായികയല്ലേ സാർ? വഹാബ് വെറുതെ ചിരിച്ചു. ആ ചേരായിക ആ കുടുംബത്തെ ഇന്ന് എവിടെ എത്തിച്ചു എന്ന് സാറിനറിയാമോ? ചേരായിക എവിടെയെന്ന് കൃത്യമായി ഞാൻ അറിയുന്നു സുബൈർ. താൻ പോലും അറിയാത്ത കഥകൾ. പക്ഷേ എനിക്കൊന്നും ഇപ്പോൾ ചെയ്യാനാവില്ലല്ലോ. വഹാബ് എങ്ങും തൊടാതെ പറഞ്ഞു. അനീസ കരച്ചിൽ തന്നെ. സുബൈർ തുടർന്നു. അവൾക്ക് സാറിനെ കാണണമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അവൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കാണാമല്ലോ. അവിടെയാണ് പ്രശ്നം. അനീസയെ പുറത്തേക്ക് എങ്ങും വിടില്ല. മാമ കാവലിരിക്കുകയാണ്. വഹാബ് സ്തബ്ധനായിപ്പോയി. ഉദ്ദേശിച്ചതുപോലെയല്ല. അബ്ദുൽ സമദ് കരുക്കൾ നീക്കുകയാണ്. അയാളുടെ ഉള്ളിൽ എന്തോ ഉണ്ട്. അത് സാധിക്കാനാണ് ശ്രമം. അനീസ അങ്ങോട്ട് ചെന്നുപെട്ടു. അയാൾ അവളെ ചതുരംഗ പലകയിൽ ഇരുത്തിയിരിക്കുന്നു. കരുവായി. ആ കരു നീക്കി വെട്ടിമലർത്താൻ അവളുടെ ഉമ്മായെ, ആസിയ ബീവിയെ തടയണം. തടഞ്ഞേ തീരൂ. ഇത്രയും വർഷവും ഇത്രയും യാതനയെല്ലാം സഹിച്ച് ഒറ്റയ്ക്ക് അവർ ജീവിച്ചത് വെറുതെയാകും. വെറുതെ. അത് പാടില്ല. അത് പാടില്ല. അതിനെന്താണ് വഴി? എന്തിനാണ് എന്നെ അന്വേഷിച്ച് സാർ കടയിലെത്തിയത്? ഒരു നിമിഷം വഹാബ് സംശയിച്ചു നിന്നു. പറയണോ? താൻ ഇടപെട്ടതുകൊണ്ട് അനീസയ്ക്ക് ഈ ഗതി വന്നു. ഇനി രചനയ്ക്ക് കൂടി ആപത്തുണ്ടാക്കണോ? പെട്ടെന്ന് അയാൾ ഓർത്തു. ഇതാണ് വഴി. അനീസയെ രക്ഷപ്പെടുത്താൻ ഇതാണ് വഴി. രചന പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, വഹാബ് പറഞ്ഞു. കടയിൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു എന്തോ അപകടം പറ്റി വീട്ടിലിരിപ്പാണെന്ന്. അതാണ് തറവാട്ടിലെത്തിയത്. സ്കൂട്ടറിൽ പോകുമ്പോഴായിരുന്നു ചെറിയൊരു അപകടം. കാലൊന്നുളുക്കി. ഇപ്പോഴും നോർമലായിട്ടില്ല. എന്നിട്ടും വന്നതുകൊണ്ട് കാര്യത്തിൻ്റെ ഗൗരവം ഊഹിക്കാമല്ലോ. ഉവ്വ്. വഹാബ് തെല്ലാലോചിച്ചു നിന്നു. എന്നിട്ട് ചോദിച്ചു, രാത്രിയിലും കാവലുണ്ടോ? രാത്രിയിൽ അവളെങ്ങും പോകില്ലല്ലോ. അല്ലെങ്കിലും അവൾക്കിപ്പോൾ പോകാനിടമില്ല. അവൾ കാത്തിരുന്ന ബോബി ഇതുവരെ വന്നില്ല. പെറ്റമ്മയ്ക്ക് വേണ്ടാതാനും. പിന്നെ എവിടെ പോകാൻ? എങ്കിൽ പറയൂ, അവളെ അവളുടെ ഈ ബാപ്പയ്ക്ക് വേണോന്ന്? സുബൈർ അമ്പരം നോക്കി. യെസ്, എൻ്റെ മോളാണവൾ.
അവളെ അങ്ങനെ ആശ്രയം പറ്റി എനിക്ക് കഴിയണ്ട. എനിക്ക് വേണം, മറ്റാരുമില്ലാത്ത എനിക്ക്. പകൽ വന്നാൽ തൻ്റെ മാമായോടെ ഏറ്റുമുട്ടണം. അത് വേണ്ട, രാത്രിയിൽ വരാം, ഇന്ന് തന്നെ. വഴിയിൽ വണ്ടിയുമായി ഞാനുണ്ടാകും, പുലരും വരെ. രാത്രിയുടെ ഏത് യാമത്തിലാണ് സൗകര്യം കിട്ടുന്നതെന്ന് വെച്ചാൽ അവൾക്ക് ഇറങ്ങി വരാം. എന്താ, തനിക്ക് ഏർപ്പാട് ചെയ്യാനാവുമോ? രാത്രിയിൽ അത് മാന്യതയാണോ സാർ? ഭീരുത്വമല്ലേ? തൽക്കാലം അതേ വഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നാശം തനിക്കും രചനയ്ക്കുമാണ്. അനീസ എത്തിയില്ലെങ്കിൽ ആ ദിവസം അതേ നിക്കാഹ് ആസ്യ നടത്തുക രചനയ്ക്കായിരിക്കും. രചന കരച്ചിലാണ്. അത് പറയാനാണ് ഞാൻ തന്നെ അന്വേഷിച്ചത്. അയ്യോ, സുബൈർ വിയർത്തുപോയി. ഞാൻ ഏർപ്പാട് ചെയ്യാം സാർ. ഈ രാത്രിയിൽ തന്നെ അനീസ ഇറങ്ങി വരും. വഹാബ് അകമേ ചിരിച്ചു. രാത്രി വഹാബ് ഒരു ടാക്സിയുമായി തൈക്കാട്ട് തറവാടിൻ്റെ മുൻപിലെ വഴിയിൽ കാത്തു നിന്നു. 10 മണി മുതൽ 12 കഴിഞ്ഞു. പ്രപഞ്ചം അപ്പാടെ ഇരുട്ടിൻ്റെ നിശബ്ദതയിലേക്ക് അമർന്നു. എല്ലാ ജീവജാലങ്ങളും അത്യഗാധമായ ഉറക്കത്തിലാണ്ടു. അനീസ ഉറങ്ങിയിരുന്നില്ല. അവൾ എഴുന്നേറ്റു. ഇങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ബാഗ് കയ്യിലെടുത്തു. വാതിൽ തുറന്നു. ശബ്ദമുണ്ടാക്കാതെ പതിയെ നടന്നു. മുൻവശത്തൂടെ പടിക്കലേക്ക്. പടിക്കപ്പുറത്ത് വഴിയിലാണ് കാർ. മുൻവശത്തെത്തി പടിക്കലേക്ക് തിരിഞ്ഞു. പെട്ടെന്ന് മുൻവശത്തെ ലൈറ്റ് തെളിഞ്ഞു. വരാന്തയിൽ അബ്ദുൽ സമദ്. അലർച്ചയോടെ അയാൾ മുറ്റത്തേക്ക് ചാടിയിറങ്ങി. എടി! വീടിനുള്ളിലും തൊട്ട അയൽപ്പക്കത്തും ലൈറ്റ് തെളിഞ്ഞു. നിൽക്കടി അവിടെ! അബ്ദുൽ സമദ് അനീസയെ പിടികൂടി. ആദ്യത്തെ സ്തംഭനാവസ്ഥയിൽ നിന്ന് വിടുതൽ കിട്ടിയതോടെ അനീസ സമനിലയിലെത്തി. അവൾ കുതറി, എന്നെ വിടൂ, എന്നെ വിടൂ. അയൽക്കാർ അപ്പോഴേക്കും തൈക്കാട് മുറ്റത്ത് ഓടിക്കൂടി കഴിഞ്ഞിരുന്നു. എന്താ എന്താ? അവർ ഓരോരുത്തരും ചോദ്യമായി. ഒന്നുമില്ല. എന്താ നിങ്ങൾക്കറിയേണ്ടത്? അബ്ദുൽ സമദ് അയൽക്കാരോട് ചൂടായി. അല്ല, ബഹളം കേട്ടു. ഓടി വന്നപ്പോൾ പിടിയും വലിയും. ശബ്ദം എന്താണെന്ന് ചോദിച്ചതാ. കാര്യം പലതും ഉണ്ടാകും, പറയാൻ സൗകര്യപ്പെടില്ല. എന്താ? ഇതാപ്പോ കൂത്ത്. പറഞ്ഞില്ലെന്ന് വെച്ച് ഞങ്ങൾക്കെന്താ? അയൽക്കാർ കാലുഷ്യത്തോടെ പിന്മാറിയെങ്കിലും അവർ അവിടെയായി നിന്നു. കേറിപ്പോടി അകത്ത്. അബ്ദുൽ സമദ് അനീസയ്ക്ക് നേരെ തിമിട്ടി. ഇല്ല, അനീസ പറഞ്ഞു. എനിക്ക് പോകണം. എങ്ങോട്ട്? എൻ്റെ ബാപ്പയുടെ അടുത്ത്. അധിക പ്രസംഗി. പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിരിക്കുന്നോ? തള്ളയുടെ അതേ സ്വഭാവം. അബ്ദുൽ സമദ് ചീറി. ആരടി നിന്റെ ബാപ്പ? മാമാ. സുബൈർ അബ്ദുൽ സമദിനെ പിടിച്ചു. കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകാതെ സുബൈർ അവിടെ തന്നെ തങ്ങുകയായിരുന്നു, ഉറങ്ങാതെ, അനീസയ്ക്ക് കാവലായിട്ട്. എന്താടാ? അബ്ദുൽ സമദ് സുബൈറിന് നേരെ തിരിഞ്ഞു. നാട്ടുകാർ നിൽക്കുന്നു, മാമ ബഹളം വയ്ക്കാതെ, സുബൈർ പറഞ്ഞു. സ്വന്തം മക്കളിലുപരി അബ്ദുൽ സമദ് സുബൈറിനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അയാൾ അവനോടായി പറഞ്ഞു, നീ കേട്ടോ അവൾ പറഞ്ഞത്? അവൾ ബാപ്പയുടെ അടുത്ത് പോകുന്നെന്ന്, അതും ഈ പാതിരാത്രിക്ക്. പോകട്ടെ മാമ, സ്വന്തം ബാബ വിളിച്ചാൽ പോകുന്നതിൽ എന്താ തെറ്റ്? അനീസ അവിടെ നിന്ന് പോകേണ്ടത് ഇപ്പോൾ മറ്റാരേക്കാളും സുബൈറിൻ്റെ ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ടവൻ ഈസിയായി പറഞ്ഞു. പക്ഷേ അബ്ദുൽ സമദ് സമ്മതിച്ചില്ല. സ്വന്തം ബാപ്പയോ? ഞാനാണ് അവളുടെ ബാപ്പ. ഞാൻ പറയുന്നത് അവൾ അനുസരിക്കണം. അല്ല, അനീസ ഉറക്കെ പറഞ്ഞു. ഇന്നോളം ഞാൻ വിശ്വസിച്ചിരുന്നു അങ്ങനെ. എന്നാൽ എൻ്റെ ബാപ്പ മറ്റൊരാളാണെന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. നിങ്ങളാണ് മറ്റൊരാളെ ചൂണ്ടിക്കാട്ടി ഇതാണ് ബാപ്പയെന്ന് പറഞ്ഞത്. എല്ലാവരും കേൾക്കെ അനീസ ഉറക്കെ പറഞ്ഞു. കേട്ട് നിന്നിരുന്നവർ അന്തം വിട്ടുപോയി. എന്താണ് ഈ പെങ്കൊച്ച് വിളിച്ചു പറയുന്നത്? ഇടയ്ക്കടി അസത്തെ. അബ്ദുൽ സമദ് കലി കൊണ്ടു. അനീസയുടെ പിടലിക്ക് പിടിച്ച് വീടിന് നേർക്ക് തള്ളി. കേറിപ്പോടിയകത്ത്. അനീസ ഒരു നോക്ക് കണ്ടു. ഇടയ്ക്ക് പടിക്കൽ ഒരു വെള്ള നിറം. ബാപ്പാ! അനീസ ഒരു കുതിപ്പും. പാഞ്ഞു ചെന്നവൾ വഹാബിൻ്റെ നെഞ്ചിൽ പറ്റി ചേർന്നു. എടി! അബ്ദുൽ സമദ് പിന്നാലെ പാഞ്ഞു എന്നു. വാടി ഇവിടെ. സുബൈറും ചെന്നു. മാമാ, ഇങ്ങ് പോരു മാമാ, അവൻ പറഞ്ഞു. നീ പോടാ. അബ്ദുൽ സമദ് സുബൈറിൻ്റെ നേരെ ചീറി. അവനെ തള്ളി മാറ്റി. എന്നിട്ട് വീണ്ടും അനീസയെ പിടികൂടി. അനീസ കുതറി. എന്നിട്ട് വഹാബിനെ ഇറുകെ പിടിച്ചു. ബാപ്പ, എന്നെ വിട്ടുകൊടുക്കല്ലേ ബാപ്പ, അവൾ വഹാബിനോട് പറഞ്ഞു. നമുക്ക് പോകാം ബാപ്പ. പോകാം. വഹാബ് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പടിയിറങ്ങാൻ ശ്രമിച്ചു. അബ്ദുൽ സമദ് ഇരുവരെയും കടന്നു പിടിച്ചു. തെമ്മാടി, എൻ്റെ മോളെ വിടാൻ. അബ്ദുൽ സമദ് ഭ്രാന്തനെ പോലെ വഹാബിൻ്റെ നേർക്ക് ചാടി ബഹളം വെച്ചു. തൻ്റെ മോളോ? വഹാബ് പുച്ഛത്തോടെ ചിരിച്ചു. മിനിയാന്ന് സന്ധ്യയ്ക്ക് തനിക്ക് ഓർമ്മയുണ്ടോ ഇവളെ എൻ്റെ നെഞ്ചിലേക്ക് തള്ളിയിട്ടത്? കൊണ്ടുപോടാ നിന്റെ മകളെ എന്ന് പുലമ്പിക്കൊണ്ട്. ഓർമ്മയുണ്ടോ തനിക്കത്? അപ്പോൾ കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴേ കഴിഞ്ഞുള്ളൂ. ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോകും. അബ്ദുൽ സമദ് വിളറി. മകളെ കൊണ്ടുപോകുന്നത് പാതിരാത്രിക്കാണോടാ? അയാൾ ചോദിച്ചു.
എൻ്റെ മകളെ എനിക്ക് ഏത് സമയത്തും എവിടെയും കൊണ്ടുപോകാം. കാരണം ഇവൾ എൻ്റെ മോളാണ്, ഞാൻ ഇവളുടെ ബാപ്പയും. ബാപ്പയ്ക്കും മോൾക്കും സ്വന്തം വീട്ടിലേക്ക് പോകാൻ സമയം ഒരു തടസ്സമേ അല്ല, മനസ്സിലാക്കിക്കോ. വഹാബ് മുൻപോട്ട് നീങ്ങി. സുബൈറെ, എടാ അവർ പിടിക്കടാ, വിടില്ലടാ. അബ്ദുൽ സമദ് ആകെ വിയർത്തു. അയാളുടെ മകളെ കൊണ്ടുപോകുന്നതിന് നമ്മൾ എന്തിനാ മാമ തടയുന്നത്? സുബൈർ ചോദിച്ചു. അയാളുടെ മകളാണെങ്കിൽ കൊണ്ടുപോകേണ്ടതാണ്, അയൽക്കാർ പറഞ്ഞു. പക്ഷെ പകലാകാമായിരുന്നു. അബ്ദുൽ സമദ് ഞെളിഞ്ഞു പിരിഞ്ഞു. വഹാബും അനീസയും കയറിയ കാർ നീങ്ങിയതോടെ അബ്ദുൽ സമദ് പരവശനായി തളർന്നിരുന്നു പോയി. മുറ്റത്ത് ആൾക്കാർ പിരിഞ്ഞു. മാമൻ എന്തിനാണ് വിഷമിക്കുന്നത്? അബ്ദുൽ സമദിന്റെ തളർച്ചയും ക്ഷീണവും കണ്ടപ്പോൾ സുബൈറിന് അമ്പരപ്പായി. അവര് പോകട്ടെ, എന്നായാലും അവൾ പോകൂലേ അയാളുടെ കൂടെ? സുബൈറെ, എൻ്റെ മോൾ. അബ്ദുൽ സമദിന്റെ സ്വരം വിറച്ചു. അന്യനൊരുത്തൻ്റെ കൂടെ? അന്യനോ? അയാൾ അവളുടെ ബാപ്പയല്ലേ മാമ? അല്ലടാ, അല്ല. അബ്ദുൽ സമദ് കുറ്റബോധത്തോടെ പറഞ്ഞു. അവൾ എൻ്റെ മോളാടാ. പിന്നെ മാമ കഴിഞ്ഞ ദിവസം പറഞ്ഞതോ? അത് അയാളെ തറ പറ്റിക്കാൻ, ആസിയെ നാണം കെടുത്താൻ. സുബൈർ സ്തബ്ധനായി നിന്നു. ഛീ, അവൻ പറഞ്ഞു പോയി. മാമൻ ഇത്ര ചീപ്പായിരുന്നോ? സ്വന്തം മോളെ അന്യന് മുമ്പിലേക്ക് തള്ളിയിട്ടിട്ട് പിതൃത്വം നിഷേധിച്ചപ്പോൾ എന്തൊക്കെ തകർന്നു വീണു എന്ന് മാമൻ അറിയോ? അബ്ദുൽ സമദ് സ്തംഭിച്ചു നിൽക്കുകയാണ്. ഉമ്മോടടുത്തുനിന്ന് ആഫിയത്തിനായിട്ടാണ് അനീസ ഇവിടെ വന്നത്, വർഷങ്ങൾക്ക് ശേഷം. അതും സ്വന്തം ബാപ്പയാണെന്നുള്ള വിശ്വാസത്തിൽ. പക്ഷേ മാമ ആ പദവി നിഷേധിച്ചു. ആ നിമിഷം മുതൽ മാമ അവൾക്ക് അന്യനായി. സുബൈറെ, ഒരന്യന്റെ വീട്ടിൽ അവൾ എന്തിനു താമസിക്കുന്നു? അവളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയ്താണ് ശരി. അവൻ അറിയില്ലേ അവൾ അയാളുടെ മോളല്ലെന്ന്? അബ്ദുൽ സമദ് പല്ല് കടിച്ചു. അല്ലെങ്കിൽ അയാൾ നിഷേധിക്കുമായിരുന്നില്ലേ? നിഷേധിച്ചില്ല, പകരം സ്വീകരിച്ചു. ഇരുട്ടിന്റെ മറവിൽ തേടിയത് മാന്യതയെ ഭയന്നാവും. ഞാനൊന്ന് ചോദിക്കട്ടെ മാമ, അനീസ മാമയുടെ മോൾ തന്നെയാണെന്ന് എന്താ മാമയ്ക്ക് ഇത്ര ഉറപ്പ്? ഉറപ്പുണ്ടടാ, അബ്ദുൽ സമദ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ സുബൈർ വല്ലാതെ അമ്പരന്നു. എൻ്റെ മോളെ എനിക്ക് തിരികെ കിട്ടണം, ഏത് വിധേനയും. അതെൻ്റെ ആവശ്യമാണ്, അയാൾ പറഞ്ഞു. പക്ഷേ ഇനി തിരിച്ചു പറഞ്ഞാൽ അനീസ പോലും അംഗീകരിക്കില്ല മാമയുടെ പിതൃത്വം, സുബൈർ പറഞ്ഞു. കാരണം അവളൊരു പിഞ്ചു കുഞ്ഞല്ല, പ്രായപൂർത്തിയായവൾ, കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നവൾ. അവളുടെ മനസ്സിൽ മുമ്പേ തന്നെ ഒരു മനുഷ്യന് സ്ഥാനമുണ്ടായിരുന്നു. അയാളെപ്പോലെ ഒരു ബാപ്പയായിരിക്കാം അവൾ കൊതിച്ചതും. അപ്പോൾ എല്ലാം പൂർത്തിയായി. മാമ കളിച്ചത് തീക്കൊള്ളി കൊണ്ടാണ്, കത്തിപ്പടരും. അബ്ദുൽ സമദിന് മറുപടി പറയാൻ വാക്കുകൾ കിട്ടിയില്ല. ഇനി എന്ത് ചെയ്യണമെന്നും അറിയില്ലായിരുന്നു. കാറിൽ വഹാബിനോട് ചേർന്നിരിക്കുകയായിരുന്നു അനീസ. അയാളുടെ തോളിൽ തല ചായ്ച്ച് പറഞ്ഞറിയിക്കാനാവാത്ത നിർവൃതിയോടെ ബാപ്പയുടെ സ്നേഹത്തിന്റെ ഊഷ്മളതയിൽ സ്വയം മറന്നിട്ടെന്നതുപോലെ കാർ തെല്ല് നീങ്ങിക്കഴിഞ്ഞപ്പോൾ അനീസയെ പൊതിഞ്ഞു പിടിച്ചിരുന്ന കൈത്തലം തെല്ല് വിടർത്തി അവളുടെ മുടിയിഴയിൽ തലോടിക്കൊണ്ട് വഹാബ് ചോദിച്ചു. മോളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ക്ഷമ ചോദിച്ചുകൊണ്ടോ? 2 കാര്യങ്ങളോ? എന്താ ബാപ്പ ഈ പറയുന്നത്? അനീസ അമ്പരന്നു. നിന്റെ ഈ ബാപ്പ എന്ന വിളി ഈ ജന്മത്തിൽ തമ്പുരാൻ എനിക്ക് വിധിച്ചിട്ടില്ലാത്ത ഒന്ന്. അത് കേൾക്കുമ്പോൾ ഞാൻ കൊതിക്കുകയാണ് മോളെ. എനിക്ക് നിന്റെ ബാപ്പയാകാൻ ഭാഗ്യമുണ്ടായിരുന്നെങ്കിലെന്ന്. വഹാബിന്റെ സ്വരം അടഞ്ഞു. ബാപ്പ എന്താണ് ഈ പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. നിന്റെ ഈ സ്നേഹം, നിഷ്കളങ്കത, നിന്നെ വഞ്ചിക്കാൻ എനിക്ക് വയ്യ മോളെ. ഞാൻ നിന്റെ ബാപ്പയല്ല, നീ എൻ്റെ മോളുമല്ല. അനീസ മിഴിച്ചിരുന്നു. ബാപ്പ കള്ളം പറയാ? അല്ല, സത്യം, 100% സത്യം. നീ അബ്ദുൽ സമദിന്റെ മകളാണ്. നിക്കാഹിനു മുമ്പ് നിന്റെ ഉമ്മയെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നത് സത്യം. പക്ഷേ 2 മേശകൾക്കപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് മനസ്സുകൊണ്ട് അടുത്തു മോഹിച്ചു എന്നതിൽ കവിഞ്ഞ് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. അനീസ ഞെട്ടി അകന്നു മാറി. അവൾ അയാളെ തുറച്ചു നോക്കി. പിന്നെ എന്തിനിങ്ങനെയൊക്കെ? അവൾ തേങ്ങിപ്പോയി. നിന്നെ രക്ഷിക്കാൻ ആ മനുഷ്യന്റെ പിടിയിൽ നിന്ന്. രക്ഷയോ? അതെ, നിന്നെ വെച്ച് ആ മനുഷ്യൻ എന്തൊക്കെയോ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. സുബൈർ പറഞ്ഞറിഞ്ഞു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നിന്റെ ഉമ്മയെ തറ പറ്റിക്കാനുള്ള ശ്രമം. എൻ്റെ റബ്ബേ, നീ അവിടെ നിന്നാൽ നീയും നിന്റെ ഉമ്മയും രജനയും ഒക്കെ നശിക്കും. അതൊഴിവാക്കാൻ ഞാനൊരു നാടകവേഷം ചെയ്തു. അയാൾ മനഃപൂർവ്വം എന്നിൽ ആരോപിച്ച ബാപ്പയുടെ വേഷം തന്നെ ഞാൻ കെട്ടി. അല്ലാതെ മറ്റൊരു വേഷത്തിനും കഴിയില്ലായിരുന്നു നിന്നെ അവിടെ നിന്ന് പിടിച്ചിറക്കാൻ. വഹാബിന്റെ മിഴികളിൽ നനവുണ്ടായി. നിന്റെ മനസ്സ് നോവിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു മോളെ. അരുത്, ക്ഷമ ചോദിക്കല്ലേ സാർ.
എൻ്റെ ബാപ്പയായിരുന്നെങ്കിലെന്ന് എത്രയോ തവണ ഞാൻ ഉള്ളാലെ കൊതിച്ചിട്ടുണ്ട്. അത് സത്യമാണെന്ന് കേട്ടപ്പോൾ ഞാൻ ഒരുപാട് അഭിമാനിച്ചു, ആഹ്ലാദിച്ചു. അതിൻ്റെ പേരിലെങ്കിലും സാർ ക്ഷമ ചോദിക്കരുത്. സാർ എന്ന് വിളിച്ചാലും ആ വിളിക്കുള്ളിൽ ബാപ്പ എന്ന ആന്തരാർത്ഥമുണ്ട് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ. എന്നാൽ എൻ്റെ ബാപ്പ എന്നുള്ള ലേബൽ ആ മനുഷ്യനോട് എനിക്ക് ഇന്നോളം അങ്ങനെ ഒരു വികാരവും തോന്നിയിട്ടില്ല. നീണ്ട നെടുവീർപ്പോടെ അവൾ തുടർന്നു. സാറിനറിയില്ല ആ മനുഷ്യൻ ആരാണെന്ന്. ആ മനുഷ്യൻ ഉമ്മയും ഞങ്ങളെയും എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന്. എനിക്കറിയാം അനീസ. ആസി ഇന്നലെ എല്ലാം പറഞ്ഞു, എല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ നാടകം നടത്തിയതും. വഹാബ് തുടർന്നു. ഒരു സത്യം കൂടി മോളോട് പറയാനുണ്ട്. അവൾ ചോദ്യ രൂപത്തിൽ നോക്കി. ബോബി 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 എന്തു പറഞ്ഞു സാർ? അനീസ ഉദ്യോഗത്തോടെ ചോദിച്ചു. അവൻ ഇനി നിന്റെ അടുത്ത് വരില്ല മോളെ, നിന്നെ സ്വീകരിക്കുകയുമില്ല. എന്താ സാർ, എന്തുണ്ടായി? അനീസ ആകെ പരവശയായി. പഠനലത്തെ ഏലിയാസ് അവനെ നാട് കടത്തി, കാനഡയിലേക്ക്. അവിടെയാണിനി അവൻ്റെ പഠനം. 4-5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരൂ. അനീസ സ്തബ്ധയായി. അന്ന് മോളെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ദിവസം അയാളാണ് ആസിയെ വിളിച്ച് വിവരം പറഞ്ഞത്. അന്ന് 12-നുള്ള ഫ്ലൈറ്റിൽ ബോബി പോയി. അനീസ അതേ ഇരിപ്പിരുന്നു. മോള് വിഷമിക്കേണ്ട, അവനെ മറക്കുക. അതേ മോളിന് ചെയ്യേണ്ടു. ആ പയ്യനൊരു പാവം, സ്നേഹം വേണ്ടുവോളം ഉണ്ട്. ധൈര്യവും കഴിവുമില്ല. കോളേജ് ജീവിതത്തിലെ ഒരധ്യായം മാത്രമായി അവൻ്റെ പേരും ഓർമ്മകളും മാറ്റാൻ മോൾക്ക് കഴിഞ്ഞാൽ മോൾ മാത്രമല്ല രക്ഷപ്പെടുക, രജനിയും പിന്നെ നിങ്ങളുടെ ഉമ്മയുടെ അഭിമാനവുമാണ്. സാർ എന്താണ് പറയുന്നത്? അനീസയുടെ ശബ്ദം നിർത്തും. അനീസ സമ്മതിച്ചാലും ഇല്ലെങ്കിലും, തിരിച്ചു ചെന്നാലും ഇല്ലെങ്കിലും നിന്റെ ഉമ്മ നിക്കാഹിനുള്ള ഒരുക്കങ്ങൾ നടത്തും. പന്തലിൽ നീ ഇല്ലെങ്കിൽ പകരം അന്ന് നിൽക്കേണ്ടതായി വരിക രജനിയാവും. അനീസ് നടുങ്ങി. അവള് നിൽക്കാൻ വിസമ്മതിച്ചാൽ പകരം നിന്റെ ഉമ്മാടെ മയ്യത്താവും പന്തലിലുണ്ടാവുക. റബ്ബേ, രജന സമ്മതിക്കില്ല. അവൾ ഭയന്നു. നിന്റെ ഉമ്മ വാക്കുകൊടുത്ത നിക്കാഹ് അത് നടന്നില്ലെങ്കിൽ പിന്നെ അവരെന്തിനു ജീവിച്ചിരിക്കണം? അനീസ കൂടുതൽ ഭയന്നു. ബോബിയുടെ നഷ്ടം അവളിലൊരു ഷോക്കാവാതിരിക്കാൻ വേണ്ടിയാണ് വഹാബ് അവളുടെ ശ്രദ്ധ ശക്തമായി തിരിക്കുന്നതും. ഇന്നലെ ആ ജലാലും ഉമ്മയും ബാപ്പയും വന്നിരുന്നു നിന്നെ കാണാൻ. എൻ്റെ പടച്ചോനെ, എന്നിട്ട് എന്തുണ്ടായെന്ന് എനിക്കറിയില്ല അനീസ. ഞാൻ കാരണം ഉമ്മയ്ക്ക് എന്തൊക്കെ വിഷമങ്ങളാണ്. അനീസയ്ക്ക് സങ്കടം വന്നു. അനീസയ്ക്ക് തന്നെ കഴിയും എല്ലാ സങ്കടങ്ങളും തുടച്ചു മാറ്റാൻ. അവൾ തേങ്ങി പൊട്ടുകയായിരുന്നു. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിനക്കറിയാമോ? ഇല്ല. നിനക്കൊരു ഭയവുമില്ല മോളെ? ഇല്ല ബാപ്പ, അനീസ തേങ്ങലിടയിൽ പറഞ്ഞു. ഒരിക്കൽ കൂടി ആ ബാപ്പ വിളി. വഹാബിൻ്റെ ഉള്ളിലെവിടെയോ ആ വിളിയൊച്ച വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചു. കാറെത്തി നിന്നത് അനീസ മനസ്സിലിൻ്റെ മുമ്പിൽ. അമ്പരപ്പോടെ അനീസ വഹാബിനെ നോക്കി. സാർ, എൻ്റെ ഉമ്മ. അനീസ ഭയപ്പെടേണ്ട, വഹാബ് ധൈര്യം നൽകി. എന്തെങ്കിലും തരത്തിൽ ആസ്യ ദേഷ്യപ്പെട്ടാൽ തന്നെ സഹിക്കണം. കാരണം തെറ്റ് അനീസയുടെ ഭാഗത്താണ്. അനീസ മിണ്ടിയില്ല. അകത്തേക്ക് കൈയിട്ട് വഹാബ് ഓടാമ്പലെടുത്തു. ഗേറ്റ് തുറന്നു. അനീസയും കൊണ്ട് അയാൾ സിറ്റൗട്ടിലേക്ക് കടന്നു. ഡോർ ബെല്ലടിച്ചു. അകത്തെ ലൈറ്റ് തെളിഞ്ഞു. ആസ്യ തന്നെയാണ് വാതിൽ തുറന്നത്. ആദ്യം കണ്ടത് അനീസെ. നീ? ആസ്യ അമ്പരന്നവളെ മിഴിച്ചു നോക്കി. വഹാബ് നീങ്ങി നിന്നു. നിങ്ങളോ? ഒന്നും പറയരുത്. അനീസ അകത്തേക്ക് വിളിക്കുക. അവളെ വിഷമിപ്പിക്കരുത്. അവിടെ നിന്ന് മോളെ ഞാൻ രക്ഷിച്ചു കൊണ്ടുവന്നതാണ്. എല്ലാം നാളെ പറയാം. അത്രയും പറഞ്ഞ് മറുപടിക്ക് നിൽക്കാതെ വഹാബ് ധൃതിയിൽ തിരിച്ചിറങ്ങി ഗേറ്റ് കടന്നു. ആസിയയുടെ പ്രതികരണം ഭയന്നിട്ട് തന്നെ തിരിഞ്ഞു നോക്കിയതേയില്ല. താമസ സ്ഥലത്തെത്തി കിടന്നു. അരമണിക്കൂർ പോലും ആയില്ല. അതിനു മുമ്പ് ഒരു ജീപ്പിൻ്റെ ശബ്ദവും വാതിലിൽ മുട്ടും കേട്ടു. വഹാബ് വാതിൽ തുറന്നു. മുൻപിൽ പോലീസ് ഇൻസ്പെക്ടർ വർഗീസ് കുര്യൻ, കൂടെ 2 കോൺസ്റ്റബിൾമാരും. വാതിൽ തുറന്ന പാടെ കോൺസ്റ്റബിൾമാർ ഉള്ളിലേക്ക് പാഞ്ഞു കയറി. എന്താ സാർ? പരിഭ്രമത്തോടെ കോൺസ്റ്റബിൾമാരെ നോക്കിയ വഹാബ് ഇൻസ്പെക്ടർക്ക് നേരെ തിരിഞ്ഞു ചോദിച്ചു. റാസ്കൽ, ഒന്നും അറിഞ്ഞില്ലവൻ. ഇൻസ്പെക്ടർ വർഗീസ് കുര്യൻ വഹാബിൻ്റെ പിടലിക്ക് കുത്തിപ്പിടിച്ച് വരാന്തയിലേക്ക് വലിച്ചിറക്കി. എവിടെടാ അവള്? ഇൻസ്പെക്ടർ വഹാബിനെ പിടിച്ചൊലച്ചു. മധ്യവയസ്കനായ വർഗീസ് കുര്യൻ SI ആയിട്ട് അധിക നാളായില്ല. നല്ലൊരവസരം കിട്ടിയ മട്ടാണ് അയാൾക്ക്. പറഞ്ഞില്ലെങ്കിൽ പറയിപ്പിക്കും ഞാൻ. കൊച്ചു പിമ്പിള്ളാരെ തട്ടിക്കൊണ്ടുപോകല നിന്റെ പണി അല്ലേടാ? പെൺവാണിഫമാ കേസ്, അറിയാമോടാ? അയ്യോ സാർ, വഹാബ് ഞെട്ടലോടെ നോക്കി. പെൺവാണിഫമോ? ഞാനോ? ഏത് പെണ്ണാണ് സാർ? എന്താണ് ഈ പറയുന്നത്? പറഞ്ഞു തരാമടാ. ഇൻസ്പെക്ടർ വഹാബിനെ വരാന്തയുടെ അറ്റത്തേക്ക് വലിച്ചു. ഇയാളുടെ മകളെ
താൻ അല്പം മുമ്പ് തട്ടിക്കൊണ്ടു പോന്നില്ലേടാ. അപ്പോഴാണ് മുറ്റത്തെ നിഴലിൽ പതുങ്ങി നിൽക്കുന്ന അബ്ദുൽ സമദിനെ വഹാബ് കണ്ടത്. അയാളെ കണ്ടതോടെ പെട്ടെന്ന് വഹാബ് ധൈര്യം സംഭരിച്ചു. അയ്യോ ഇല്ല സാർ, എനിക്കൊന്നും അറിയില്ല. സന്ധ്യ മുതൽ ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്നു സാർ. ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ്, മറ്റാരുമില്ല, വഹാബ് പറഞ്ഞു. കള്ളം, പച്ചക്കള്ളം. അബ്ദുൽ സമദ് കലിയോടെ വരാന്തയിലേക്ക് കുതിച്ചു. വഹാബിൻ്റെ നേർക്ക് ചാടി അയാളെ പിടികൂടി ഒലച്ചു. കൊല്ലും നിന്നെ ഞാൻ, കൊല്ലും. പറയടാ, എൻ്റെ മോളെവിടെ? വഹാബും വിട്ടുകൊടുത്തില്ല. അബ്ദുൽ സമദിനെ തട്ടി എറിഞ്ഞിട്ട് വീറോടെ മുന്നോട്ട് നീങ്ങി. പോക്കൃത്തരം പറയുന്നോടാ, തൻ്റെ മോള് തൻ്റെ വീട്ടിൽ കാണും. എന്നോട് ചോദിക്കാൻ വരുന്നേക്കുന്നോ? അബ്ദുൽ സമദിൻ്റെ മുന്നേറ്റം ഇൻസ്പെക്ടർക്ക് ഇഷ്ടമായില്ല. തന്നെ കടത്തി വെട്ടിയതുപോലെ ഒരു തോന്നൽ. ഛി, മാറി നിൽക്കടാ, അയാൾ ചീറി. തനിക്ക് തന്നെ ചെയ്യാനാണെങ്കിൽ പിന്നെ ഞങ്ങളെന്തിനാടോ? അകത്തു നിന്ന് കോൺസ്റ്റബിൾമാർ പോയ വേഗതയിൽ തന്നെ തിരിച്ചു വന്നു. ഇവിടെ എങ്ങും ഇല്ല സാർ, അവർ പറഞ്ഞു. ഇൻസ്പെക്ടർ വീണ്ടും വഹാബിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. എവിടെടാ അനീസ എന്ന പെണ്ണിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? സത്യം പറഞ്ഞോണം. വഹാബിനെ തൂണിനോട് ചേർത്ത് അമർത്തി പിടിച്ച് ഇൻസ്പെക്ടർ വർഗീസ് കുര്യൻ വലത് കൈ മുഷ്ടി ചുരുട്ടി. ഇനി തീർത്തും പന്തിയല്ലെന്ന് തോന്നി വഹാബിന്. അയാൾ എതിരെ വീട്ടിലേക്ക് കൈ ചൂണ്ടി. സർ, അനീസ എന്ന കുട്ടിയുടെ വീട് അതാണ്. ഇതല്ല സർ, അവൾ അവിടെ ഉണ്ടാകും. സാറിന് വീട് തെറ്റിയതാണ്. അബ്ദുൽ സമദ് ഞെട്ടിപ്പോയി. അയാൾ അതൊട്ടും പ്രതീക്ഷിച്ചില്ല. അനീസ ഇനി ആസിയുടെ അടുത്തേക്ക് പോകാൻ ധൈര്യപ്പെടുമെന്ന് അയാൾ ഒട്ടും കരുതിയില്ല. അതുകൊണ്ട് തന്നെ അവൾ വഹാബിൻ്റെ വീട്ടിലുണ്ടാകുമെന്നും വർഷങ്ങളായി ഉള്ളിൽ കെട്ടിക്കിടന്ന പക അങ്ങനെ അയാളോട് വീട്ടാമെന്നും കരുതിയാണ് പെട്ടെന്ന് പോലീസിനെയും കൂട്ടിയെത്തിയത്. അയാളാകെ വിയർത്തുപോയി. എന്ത്, അനീസ എന്ന കുട്ടിയുടെ വീട് അതാണെന്നോ? ഇൻസ്പെക്ടർക്കും അമ്പരപ്പ്. എന്താണോ ഇയാൾ പറയുന്നത്? ഇൻസ്പെക്ടർ അബ്ദുൽ സമദിൻ്റെ നേർക്ക് തിരിഞ്ഞു. അത് ശരിയാണ് സാർ, അതാണ് വീട്. മോൾ എൻ്റെ അടുത്ത് വന്നതാണ് തറവാട്ടിലേക്ക്. അനീസ ഇപ്പോഴും ആ വീട്ടിലുണ്ടോ? ഇൻസ്പെക്ടർ ഗൗരവത്തിൽ വഹാബിൻ്റെ നേർക്ക് തിരിഞ്ഞു. ഉണ്ടാകും സാർ. വാടോ. ഇൻസ്പെക്ടർ അനീസ മനസ്സിലിൻ്റെ നേർക്ക് നടന്നുകൊണ്ട് അബ്ദുൽ സമദിനെ പിടിച്ചു. താനും വാടോ. വഹാബിനെയും പിടിച്ചു. അബ്ദുൽ സമദിൻ്റെ പരിങ്ങൽ കൂടി. വഹാബ് അല്പം കൂടി ഊറ്റം കൊണ്ടു. ആസിയയും മക്കളും ഉറങ്ങിയിരുന്നില്ല. വഹാബിൻ്റെ വീട്ടിൻ്റെ ബഹളം അവരും കേട്ടിരുന്നു. അനീസ ഉമ്മയുടെ കാൽക്കൽ വീഴുകയും സംഭവിച്ചു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് പറയുകയും ചെയ്തു. ആസിയ അലിവോടെ മകളെ സ്വീകരിച്ചു. പ്രായത്തിൻ്റെ അവിവേകം. ഇപ്പോൾ സ്വയം തെറ്റു മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുന്ന അവളോട് പുറത്തില്ലെങ്കിൽ പിന്നെ ഒരു ഉമ്മയ്ക്കുള്ള സ്ഥാനം എന്ത്? മകൾ തിരിച്ചെത്തിയ ആഹ്ലാദവും സമാധാനവും മനസ്സിൽ ശാന്തത വിതയ്ക്കുമ്പോഴായിരുന്നു അടുത്ത പ്രശ്നം. പട്ടുറുമാൽ എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.